നമസ്കാരം. ചേന്ദമംഗലത്ത് ഒരു കുടുംബത്തിലെ 3 പേരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ഋതുവിന്റെ ക്രൂരമായ മനസ്സറിഞ്ഞ് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് പോലീസ് മാത്രമല്ല, ജനങ്ങളും അതേ അവസ്ഥയിലാണ്. ഒരു പടം കണ്ടു തീർന്ന പ്രതീതിയാണ് ആളുകൾക്ക്. കൊലപാതകം നടന്നതിന് പിന്നാലെ പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നുവെങ്കിലും വിശദമായ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും ഉൾപ്പെടെ നടത്താൻ ആയിട്ടില്ല. പ്രതിയുടെ മുൻപത്തെ ക്രിമിനൽ വിവരങ്ങളടക്കം പോലീസ് ശേഖരിച്ചിരുന്നു. പ്രാഥമികമായി പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ബൈക്കിൽ സിഗരറ്റ് വലിച്ച് ഹെൽമെറ്റ് വയ്ക്കാതെ സിനിമ സ്റ്റൈലിൽ പോവുകയായിരുന്ന പ്രതിയെ സംശയം തോന്നിയാണ് പോലീസ് തടഞ്ഞുവെച്ചത്. സിഗരറ്റ് വലിച്ച് വണ്ടി ഓടിക്കുന്നതും ഹെൽമെറ്റ് ഇല്ലായ്മയും പോലീസ് ചോദ്യമുയർത്തിയപ്പോൾ താൻ 4 പേരെ കൊന്നിട്ട് വരികയാണെന്നും പിന്നെയല്ലേ ഇതെന്നുമാണ് കൂളായി പ്രതി ചോദിച്ചത്. അങ്ങനെയാണ് സംശയം തോന്നി പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. പിന്നീട് പുറത്തു വന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു. ഇതിനെല്ലാം പിന്നിൽ സിനിമയുടെ സ്വാധീനം ഉണ്ടാകുമെന്ന സാമൂഹിക നിരീക്ഷണവും ശക്തമാണ്. ഈയിടെ കേരളത്തിൽ തരംഗമായ മാർക്കോയുടെ സ്വാധീനം ഋതുവിന് ഉണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ബോളിവുഡിൽ സൂപ്പർ ഹിറ്റായ കിൽ സിനിമ മുമ്പോട്ട് വെച്ചത് സമാനതകളില്ലാത്ത ക്രൈമായിരുന്നു. ഇതേ പാറ്റേണിലാണ് മലയാളത്തിലെ മാർക്കോയെയും വിലയിരുത്തിയത്. ഇത്തരം സിനിമകളായി കാണുന്ന സാമൂഹിക സാഹചര്യ അനിവാര്യതയാണ് ഈ കേസ് ചർച്ചയാക്കുന്നത്. ഉണ്ണി മുകുന്ദന്റെ 100 കോടി ചിത്രമാണ് മാർക്കോ. എല്ലാ പരിധിയും വിടുന്ന അക്രമ ദൃശ്യങ്ങളാണ് സിനിമയിലുള്ളത്. സിനിമയിലെ വില്ലൻ ഒരു കുടുംബത്തെ മുഴുവൻ ഇല്ലാതാക്കുന്നുണ്ട്. തന്റെ കുടുംബത്തെ കളിയാക്കിയെന്ന ന്യായീകരണത്തിലാണ് ഇതിനെ തുടർന്നുള്ള പ്രതികാരമാണ് മാർക്കോ. ഇവിടെ ചേന്ദമംഗലത്തും വില്ലൻ നൽകുന്നത് സമാന കുറ്റസമ്മത മൊഴിയാണ്. സഹോദരിയെ കളിയാക്കിയതിന് ബൈക്കിന്റെ ഷോക്ക് അബ്സോർബറുമായി വന്ന കൊല. മയക്കുമരുന്നോ ലഹരിയോ ഒന്നും ഇയാൾ ഉപയോഗിച്ചില്ലെന്നും പോലീസ് പറയുന്നുണ്ട്. പിന്നെ എങ്ങനെ ഇത്ര ക്രൂരമായി 4 പേരെ കൈകാര്യം ചെയ്തു എന്നതാണ് ഞെട്ടലാക്കുന്നത്. അടികൊണ്ട ഒരാൾ വെന്റിലേറ്ററിലാണ്. ആലുവ സബ് ജയിലിൽ എത്തിച്ച ശേഷവും പ്രതി യാതൊരു കൂസലും ഇല്ലാതെയാണ് പെരുമാറുന്നതെന്നും ജയിൽ അധികൃതരും വ്യക്തമാക്കുന്നുണ്ട്. ഈ കൂസലില്ലായ്മയിൽ എല്ലാവരും ഞെട്ടുകയാണ്. മുമ്പ് മാനസിക രോഗവാദത്തിൽ പല കേസുകളിൽ നിന്നും ഊരിയ ചരിത്രവും പ്രതിക്കുണ്ട്. എന്നാൽ മാനസിക രോഗമൊന്നും ഇല്ലെന്ന് പോലീസ് തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരം വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളാണ് ചെറിയ കുറ്റവാളികളെ കൊടും ക്രിമിനലുകളാക്കി മാറ്റുന്നതെന്നാണ് വസ്തുത. ചേന്ദമംഗലം പെരേപ്പാടത്ത് ദമ്പതികളെയും മകളെയും വീട്ടിൽ കയറി ഇരുമ്പുവടി കൊണ്ട് തലയ്ക്കടിച്ചു വന്ന കേസിലെ മുഖ്യപ്രതി ചേന്ദമംഗലം കണിയാപറമ്പിൽ ഋതു കുറ്റം സംബന്ധിച്ചത് ഒരു ഭാവഭേദവുമില്ലാതെയാണ്. വ്യാഴാഴ്ച വൈകിട്ട് 6:30 പെരേപ്പാടം കാട്ടിൽപ്പറമ്പിൽ വേണു, ഉഷ, മകൾ വിനീഷ എന്നിവരെ ഋതു തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയത്. വിനീഷയുടെ ഭർത്താവ് ജിതിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം 3 പേരുടെയും മൃതദേഹം കൊല്ലപ്പെട്ട ഉഷയുടെ സഹോദരി കുമാരിയുടെ കരിമ്പടം മണത്തറ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിരുന്നു. തുടർന്ന് വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലാണ് മുരിക്കിംപാടം ശ്മശാനത്തിൽ സംസ്കരിച്ചത്. ഋതുവിന് മാനസിക പ്രശ്നങ്ങളില്ലെന്ന് മുനമ്പം ഡിവൈഎസ്പി എസ് ജയകൃഷ്ണൻ പറഞ്ഞിരുന്നു. എവിടെയും ചികിത്സയും തേടിയിട്ടില്ല. പ്രതി ചോദ്യം ചെയ്യലുമായി സഹകരിക്കുന്നുമുണ്ട്. ശനിയാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകുമെന്നാണ് ഡിവൈഎസ്പി പറഞ്ഞത്. ഋതു ആദ്യം ആക്രമിച്ചത് വിനീഷയെയാണ്. ഇതിനു പിന്നാലെ വേണുവിനെയും ഉഷയെയും ആക്രമിച്ചു. ഒടുവിലാണ് ജിതിന്റെ തലയ്ക്കടിച്ചത്. കൊല്ലപ്പെട്ട 3 പേർക്കും മുഖത്തും തലയിലുമാണ് പരിക്കുകൾ. വേണുവിന്റെ തലയിൽ 6ഉം വിനീഷയുടെ തലയിൽ 4ഉം ഉഷയുടെ തലയിൽ 3ഉം വീതം മുറിവുകളാണ് ഉള്ളത്. 8 സെന്റിമീറ്റർ വരെ നീളത്തിലുള്ള മുറിവുകളാണുള്ളതെന്നാണ് പോലീസ് പറയുന്നത്. ജിതിനെ ആസ്റ്റർ മെഡ്സിറ്റി ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയിട്ടുണ്ട്. നിലവിൽ വെന്റിലേറ്ററിലാണ്.